നമ്മൾ നേരെ താനൂരേക്ക് പോകുന്നു. അവിടെ ഒരു മഹാദുരന്തം ഉണ്ടായിട്ട് ഇന്ന് ഒരു വർഷത്തിൻ്റെ വേദനയാണ്. നാടിനെ കണ്ണീരിലാഴ്ത്തിയ താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം. കഴിഞ്ഞ മെയ് 7-ന് താനൂർ തൂവൽ തീരത്താണ് ആ ബോട്ടപകടത്തിൽ 15 കുട്ടികളടക്കം 22 പേരാണ് മരിച്ചത്. ജീവൻ തിരിച്ചു കിട്ടിയ പലരുടെയും ജീവിതം ഇന്നും ഏറെ ബുദ്ധിമുട്ടിലാണ്. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്തിന് ഒരു കണ്ണീർ കഥ പറയാനുണ്ട്. താനൂർ ബോട്ട് ദുരന്തം ഒരു മനുഷ്യനിർമ്മിത ദുരന്തം. ജീവിതത്തിൻ്റെ ഇച്ചിരി നേരം ഉല്ലാസത്തിനായി അന്ന് 22 പേർ ഈ ബോട്ടിൽ കയറിയതാണ്. പക്ഷേ ഈ ബോട്ട് അവരെ കൊണ്ടുപോയത് മരണക്കയത്തിലേക്കാണ്. സന്തോഷത്തിന്റെ തുഴയെറിഞ്ഞ് പൂരപ്പുഴയുടെ ഓളപ്പരപ്പിലൂടെ പോയ യാത്ര അന്ത്യയാത്രയായി. ചിരിച്ചും കളിച്ചും യാത്ര ആഘോഷമാക്കിയ മുഖങ്ങൾ മരണത്തിലേക്ക് ആണ്ടുപോയി. യാത്ര തുടങ്ങി 300 മീറ്റർ നീങ്ങിയപ്പോഴേക്കും ബോട്ട് അപകടത്തിൽപ്പെട്ടു. അറ്റ്ലാന്റിക് ബോട്ടിന്റെ ഒറ്റ വാതിലിലൂടെ രക്ഷപ്പെടാനാവാതെ ആളുകൾ അലറിക്കരഞ്ഞു. 24 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 40-ലധികം ആളുകളെ കുത്തി നിറച്ചു. ബോട്ട് മറിഞ്ഞെന്ന വാർത്ത കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കൂടുതൽ ആളുകളെയും രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തകർക്ക് മറക്കാനാവുന്നതല്ല ആ ദിനം. ഈ വിവരം അറിഞ്ഞ് ഓടിയെത്തിയപ്പോൾ ബോട്ട് താന്നു പോയിരുന്നു. താന്ന് ഞങ്ങളൊക്കെ ചാടി നീന്തി ബോട്ടിൻ്റെ അടുത്തെത്തി മുങ്ങിയപ്പോൾ ആ ഗ്ലാസ് കൊണ്ട് ഫുള്ള് കവറും മൂടിപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ ഗ്ലാസ് അതിലുണ്ടായ കുറേ ആളുകൾ പഞ്ച് ചെയ്ത് പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നത്. ഞങ്ങൾ ആ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴേക്കും എല്ലാ ജീവനും മരണപ്പെട്ടിരുന്നു. ഒരു ജീവൻ പോലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഫൈബർ വള്ളമാണ് രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റിയത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതാണിത്. അപകടശേഷം 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയിട്ടില്ല. പ്രതികളായി കിടക്കുന്ന ആൾക്കാർ ഇന്നും നമ്മൾ മുൻപ് കൂടി വൈക്കുമലായിട്ടും കാറിലായിട്ടും നമ്മളെ കാണുമാറാണ്. ഇതിലൊക്കെ എത്ര വട്ടം പോയിട്ടുണ്ട് അവർ. അപ്പോൾ അവർ നമ്മളെ വെല്ലുവിളിക്കണ മാതിരായിപ്പോയി. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ 2 വട്ടം ഇവിടെ നടന്ന് വേറെ എന്തിപ്പോൾ നമ്മൾ അതേ അറിയുള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. കോടതി കിടക്കുന്ന സംഭവമാണ്. കോടതി നല്ലൊരു വിധി നമുക്ക് തരുമെന്ന് പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മുടെ കുടുംബം തന്നെ ഉള്ളത്. 2 തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം 10 പ്രതികളാണുള്ളത്. ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് 2 തവണയാണ് നടന്നത്. ഇപ്പോഴും മൊഴിയെടുക്കലാണ് പുരോഗമിക്കുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇന്നും ദുരിത ജീവിതം നയിക്കുകയാണ്. പ്രതികളാണെങ്കിൽ നാടുനീളെ ഉല്ലസിച്ചു നടക്കുന്നു. തൂവൽ തീരം ഇനിയൊരു കണ്ണീർ തീരമാവാതിരിക്കട്ടെ. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അപകടമുണ്ടായ തൂവൽ തീരത്ത് നിന്ന് സമീർ ബിൻ ഗിരി ചെയ്യുന്നുണ്ട് തത്സമയം. സമീർ, ആ കുഞ്ഞു ശവപ്പെട്ടികൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള കുഞ്ഞു കബർസ്ഥാനുകൾ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ കേട്ട കരച്ചിലുകൾ, അവിടെ കണ്ട കാഴ്ചകളൊക്കെ എന്താണ്, ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലവും ഈ നെഞ്ചിൻ്റെ ഇവിടെ ഒരു നീറ്റൽ പോലെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടിംഗ് അനുഭവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ എന്താണ്, നമുക്ക് തൊണ്ടയിൽ ഒരു തേങ്ങൽ ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് ആ വാർത്ത. എന്നിട്ട് അതിലൊടുവിൽ ഇപ്പോഴും ആ പ്രതികൾ ഉല്ലസിച്ച് നടക്കുന്നു എന്ന് സമീർ പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊന്നില്ലാത്ത രോഷം തോന്നുകയും ചെയ്യുന്നു. സമീർ,
ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് തൂവൽ തീരത്താണ്. ഈ പൂരപ്പുഴയിൽ വെച്ചാണ് അന്ന് ഈ ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. പൂരപ്പുഴ അന്നും ഇന്നും ശാന്തമായി തന്നെ ഒഴുകുന്നുണ്ട്. കാരണം ഈ അപകടത്തിന് കാരണം ഈ 22 പേരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പൂരപ്പുഴ ആയിരുന്നില്ല, മറിച്ച് ഈ എൻ്റെ വലതുവശത്തുള്ള ഈ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഈ ബോട്ടായിരുന്നു. ഈ ഫൈബർ വള്ളം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഫൈബർ വള്ളം രൂപമാറ്റം വരുത്തി അശാസ്ത്രീയമായി നിർമ്മിച്ച് ഉല്ലാസ ബോട്ടാക്കി മാറ്റി 49ഓളം പേരെ കുത്തി നിറച്ച് ലാഭക്കൊതി മൂലം കുത്തി നിറച്ച് കൊണ്ടുപോയി 22 പേരെ മുക്കിക്കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തെറ്റ് പറയാനാകില്ല. അത്രത്തോളം നിയമ വിരുദ്ധമാണ് ഈ ബോട്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയ കാര്യമാണ്. അങ്ങനെ ഇന്ന് നമ്മൾ അവരുടെ വീടുകളിലൊക്കെ തന്നെ പോകുമ്പോൾ ഭയങ്കര ഒരു ദയനീയമായ അവസ്ഥ. പലരും ഈ 11 ആളുകളെ നഷ്ടപ്പെട്ട കുന്നുമ്മൽ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വളരെ ദയനീയമാണ്. ആ കുടുംബത്തിൽ ഒരു പ്രായമായ ഒരു ഉമ്മയുണ്ട്, വയോധികയുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിപ്പോഴും രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഈ ബുദ്ധിമുട്ട് മൂലം ചികിത്സ നേടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട്. ഈ കുട്ടികളൊക്കെ തന്നെ ചികിത്സക്ക് പണം കണ്ടെത്താനാവാതെ ഈ അവരുടെ കുടുംബം ഭയങ്കര ബുദ്ധിമുട്ടിന് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം നിസാമുദ്ദീൻ 24 ചേരുകയാണ്. അന്ന് നമ്മളൊക്കെ തങ്ങൾ സംസാരിച്ചിരുന്ന രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഭയങ്കര ഒരു ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇടറിപ്പോകുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഓർത്തെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം 22 പേരുടെ മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അതിന് മാത്രം ഭയാനകമായ ഒരു രംഗമാണ് ഞാൻ വന്ന സമയത്ത് ഇവിടെ കാണുന്നത്. എല്ലാ ഭാഗത്തു നിന്നുള്ള കൂട്ടക്കരച്ചിലാണ്. രക്ഷാപ്രവർത്തനത്തിന് ആ സമയത്ത് തന്നെ മതിയായ ഒന്നും തന്നെ ഇല്ല. നാട്ടുകാരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളായ ആളുകളും അവരുടെ ചെറു തോണികളിലാണ് ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനം. സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു അത്. ഒരുപാട് കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുത്ത ഒരു ദുരന്തമാണ്. അപ്പോൾ അതിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പഴുതുകൾ കൂടി അവർ രക്ഷപ്പെട്ടു പോയാൽ ആ മരിച്ച കുഞ്ഞുങ്ങൾക്കടക്കം നീതി നിഷേധിക്കുക എന്ന് പറയുന്നത് നീതി നിഷേധത്തിൻ്റെ പരമാവധിയാകും. അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഒരു സാറ് 12 വർഷം കാത്തിരുന്നതിന് ശേഷം ഉണ്ടായ കുഞ്ഞ് ആ ബോട്ട് അപകടത്തിൽ മരിച്ചുപോയി എന്ന്. അപ്പോൾ എത്രത്തോളം വേദന ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.